നമ്മൾ ഇന്ന് കറി വെക്കുന്നത് ഒരു തേങ്ങ അരച്ച മീൻകറിയാണ്. അതിന് ഞാനിവിടെ സെലക്ട് ചെയ്തേക്കുന്നത് സെയിൽ ഫിഷ് എന്ന് പറഞ്ഞൊരു ഫിഷാണ്. തേങ്ങ അരച്ച മീൻകറി ആയതുകൊണ്ട് തന്നെ അതിനകത്ത് മുരിങ്ങക്കായും തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഇടുമ്പം നല്ല ഉഗ്രൻ ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ഞാനിവിടെ മുരിങ്ങക്കായ, 2 തക്കാളി, പച്ചമുളക്, കറിവേപ്പില എന്നിവ തിരഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ട അരപ്പും അരച്ച് ഞാൻ പാകത്തിന് വെച്ചിട്ടുണ്ട്. ഇതിനകത്തിപ്പം ചുമന്നുള്ളി ഉണ്ടെങ്കിൽ ചുമന്നുള്ളി, അല്ലാത്തവർക്ക് സവാള വിടാം. അത് ഇച്ചിരി ഇട്ടാൽ മതി. പിന്നെ എൻ്റെ കയ്യിൽ ചുമന്നുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ സവാള ഇട്ടേക്കുന്നത്. അത് ഹാഫൊന്നും അല്ല കേട്ടോ, ഹാഫിൽ നിന്ന് കുറച്ച് നമ്മളൊരു ചുമന്നുള്ളി അരയ്ക്കുമ്പോൾ ഒരു സൈസ് കിട്ടുമല്ലോ, ചുമന്നുള്ളി അരിഞ്ഞ് കിട്ടുന്ന ആ സൈസിനാണ് സവാള എടുത്തേക്കുന്നത്. പിന്നെ അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പുളി ഇവയും ചേർത്ത് നന്നായിട്ട് അരച്ച് വെച്ചേക്കുന്ന അരപ്പാണിത്. ഞാൻ എൻ്റെ കയ്യിൽ ചട്ടി ഇല്ലാത്തതുകൊണ്ട് ഒരു ചീനച്ചട്ടിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ചട്ടിയിലുണ്ടാക്കാം. ഞാൻ പറഞ്ഞു തരണ്ടല്ലോ, നമ്മൾ മീൻകറിയെല്ലാം ഉണ്ടാക്കുന്ന ചട്ടിക്കകത്തല്ലേ. ഇവിടെ എനിക്കത് കിട്ടാത്തതുകൊണ്ട് ഞാനൊരു ചീനച്ചട്ടിയാണ് എടുത്തേക്കുന്നത്. ഇത് അത്യാവശ്യം വലിപ്പമുള്ള പച്ചമുളക് കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ കൈ വെക്കുമ്പോൾ തന്നെ കാണാമല്ലോ അതിൻ്റെ നീളം. ഇതിൻ്റെ ഈ ഇനത്തിൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ ഇത് സ്പെയിനിൽ നിന്നുള്ള ചില്ലി കേട്ടോ. ഞാനിപ്പം കാണിച്ച ആ പച്ചമുളകില്ലേ, അപ്പോൾ അതിന് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ആദ്യമായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇതിന് എത്രമാത്രം എരിയുണ്ടെന്നൊന്നും അറിഞ്ഞൂടാ. എന്തായാലും ഞാൻ ഒരെണ്ണം ഇട്ടിട്ടുണ്ട്, നോക്കാൻ കറി വെക്കുമ്പം എങ്ങനെ ഇരിക്കുമെന്ന്. ഓക്കെ, ഞാൻ ഈ ചീൻചട്ടിയിലോട്ട് എല്ലാം അങ്ങ് അരിഞ്ഞിട്ടു കേട്ടോ. മുരിങ്ങക്കാവിലും പച്ചമുളകും തക്കാളിയും കറിവേപ്പിലയും എല്ലാം ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് അരപ്പ് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് അരപ്പും വെള്ളവും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടേ. എനിക്കിച്ചിരി ചാറ് വേണ്ടുന്നതുകൊണ്ട് ഞാനിച്ചിരി വെള്ളം കൂട്ടി വെച്ചേക്കുന്നത്. ഇത് തിളച്ച് വരുമ്പോൾ ഇതങ്ങ് സെറ്റായിക്കോളും. പിന്നെ തിളയ്ക്കുമ്പോൾ നമുക്ക് മീൻ ഇടാം. ഓക്കെ, നമുക്കപ്പോൾ അടുപ്പി വെച്ച് തിളയ്ക്കുമ്പം മീനിടാം. ഇപ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ല, പിന്നെ തിളച്ച് വന്നിട്ട് നമുക്ക് ഇത് ഉപ്പ് ചേർക്കാം. അപ്പം നമ്മുടെ കറി ഇവിടെ തിളച്ചിട്ടുണ്ടേ. നമുക്കിതിലോട്ട് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നേ. നമുക്കിനി കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. എന്നിട്ട് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ കറി ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണേ. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ആദ്യം ഒരു തിള വന്നപ്പോഴാണല്ലോ നമ്മൾ മീൻ പറക്കിയിട്ടത്. അതിന് ശേഷം പിന്നെ അടച്ച് വെച്ച് വേവിക്കുമ്പോൾ നമ്മൾ വീണ്ടും തീ കുറയ്ക്കുന്നുണ്ട് കേട്ടോ. ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിൽ തിളച്ച് കഴിയുമ്പം പിന്നെ മീനിട്ടിട്ട് നമ്മൾ വീണ്ടും തീ കുറച്ച് വെക്കുന്നുണ്ടേ, മീഡിയം. ഇതിപ്പം നമ്മുടെ മീൻകറി ആയി വരുന്നുണ്ട്. ഇനി നമ്മൾ ചേർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് തന്നെ നിങ്ങളുടെ കയ്യിൽ പച്ചക്കറിവേപ്പില ഉണ്ടെങ്കിൽ പച്ചക്കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ മേളിൽ തൂക്കി കൊടുക്കാം. എൻ്റെ കയ്യിലിപ്പം കറിവേപ്പില ഇല്ലാത്തോട്ടാണ് ഞാൻ ആഡ് ചെയ്യാത്തത്. ഓക്കെ, ഇനി കുറച്ചുകൂടെ തീ നമുക്ക് കുറച്ച് വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ച് ആയി കഴിയുമ്പോഴത്തേ നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം. നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ടേ. ഞാൻ തീ ഓഫ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നല്ല മണം വരുന്നുണ്ട്. ഞാൻ ടേസ്റ്റും ചെയ്ത് നോക്കി, നല്ല ടേസ്റ്റാണ്. സ്വന്തമായിട്ട് ഉണ്ടാക്കിക്കൊണ്ട് പറയാമല്ല, നമ്മൾ എന്തുമായാലും ഇതിനകത്ത് മുരിങ്ങക്കോല്, തക്കാളി, പച്ചമുളക്, കറിവേപ്പില ഇതൊക്കെ ഇടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് ഉണ്ടല്ലോ, അത് നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പം മിക്കവരും ഇങ്ങനെ ആയിരിക്കും ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവർ നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല അടിപൊളി മീൻകറി ആയിരിക്കും. നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം, പുട്ടിൻ്റെ കൂടെ, എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. അപ്പം ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവർ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. ഓക്കെ.